ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ലാസ്റ്റ് മന്ത് 5 ഡേയ്സിലേക്ക് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ ഇത്. ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഷാർജയിൽ നിന്ന് കണ്ണൂരേക്കാണ് പോയത്. പപ്പായായിരുന്നു കൂട്ടാൻ വന്നതെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരെ കൂട്ടാൻ നാട്ടിൽ പോയതാണെങ്കിലും എനിക്ക് കുറച്ച് പേരെ കാണാനുള്ള കൊതി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആരെയൊക്കെ കണ്ടേന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതുകൂടാതെ ചെമ്പേരിയിലെ പള്ളി പെരുന്നാൾ കൂടണം, പിന്നെ ബാങ്കിലൊക്കെ പോകണം, അങ്ങനത്തെ പരിപാടികൾ. പിള്ളേരെയൊക്കെ കളിപ്പിച്ച് ഉറക്കിയ ശേഷം ഞാനും മമ്മിയും കൂടെ റെസ്റ്റ് എടുക്കാതെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെമ്പേരി SBI ബാങ്കിലേക്കാണ് കേട്ടോ. പൈസ എടുക്കാനൊന്നുമല്ല, എൻ്റെ NRI അക്കൗണ്ടിൻ്റെ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, സൗദി നമ്പർ UAE ആക്കണം, അതിന് പോയതാണ് കേട്ടോ. വന്ന പാടെ ചക്കയും ബീഫും കേട്ടോ തട്ടുന്നത്. ചക്ക പറിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തെ ചക്കയാണ് വീട്ടിലത്തെ. ഈ പ്രാവശ്യം നിന്നപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ചേമ്പും കാന്താരിമുളകും കേട്ടോ അത്. പിന്നെ വൈകുന്നേരം ആയപ്പം ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞു കേട്ടോ. പള്ളി പെരുന്നാൾ സ്ഥലത്തെത്തിയപ്പം ഇത് ചെമ്പേരി പള്ളി ഇപ്പോൾ ബസിലിക്ക പള്ളി ആക്കിയ ശേഷം ആദ്യത്തെ പെരുന്നാളായിരുന്നു. ഭയങ്കര ഗ്രാൻഡായിട്ടാണ് കേട്ടോ പെരുന്നാൾ നടത്തിയത്. പക്ഷേ ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പ്രദർശനമൊക്കെ കണ്ടില്ല എന്നുള്ള ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ. പിള്ളേർ ഭയങ്കര അലമ്പായിരുന്നു. ഇവർക്കെല്ലാം പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പരിപാടിയെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് പണ്ടത്തെ വെടിക്കെട്ട് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നെക്സ്റ്റ് ഡേയിൽ പെരുന്നാളാണ് കേട്ടോ. ഇത് ഞങ്ങൾ കുർബാനയും പ്രദർശനവും ഒക്കെ കൂടി ഞാനും ചീക്കാട് മമ്മിയും ഇനിമോളും പപ്പയും കൂടെയാണ് പോയത്. മമ്മിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് തേർഡ് ഡേയിൽ ഞാൻ കാണാൻ പോയത് എൻ്റെ ചാച്ചീനെയാണ്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, ചീക്കാടുണ്ടായിരുന്ന ചാച്ചീനെ ഞാനും റോബിനും ദുബായിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടേ ആക്കിയിട്ടുണ്ടായിരുന്നു. ചാച്ചി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. മമ്മിക്ക് എല്ലാവരെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ചാച്ചീനെ നമ്മൾ ഇവിടെ കൊണ്ടേ ആക്കിയത്. ഞങ്ങൾ വെക്കേഷന് വരുന്ന ടൈമിൽ ചാച്ചീനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരും. പക്ഷേ ചാച്ചി ഹാപ്പിയാണ്. നമ്മളെല്ലാവരും ചാച്ചീനെ അന്വേഷിക്കാറും എല്ലാം നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പപ്പാടെ അടുത്തോട്ടാണ് കേട്ടോ. പപ്പാനെ ഇവിടെ കൊണ്ട് നമ്മൾ ആക്കിയതൊന്നുമല്ല, ഇതൊരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് കേട്ടോ, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പപ്പയ്ക്ക് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുമ്പം നല്ല മാറ്റങ്ങളുണ്ട്. നിങ്ങൾ പപ്പാനെ കാണുമ്പോൾ തന്നെ അറിയാലോ, ആ പുഞ്ചിരിയിൽ തന്നെ എല്ലാ മാറ്റവും ഇല്ലേ. വിഷമങ്ങളുണ്ട്, അതൊക്കെ പപ്പ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ പോവുകയാണ്. ജോസൂട്ടനും പപ്പ അവിടെ ചെന്നപ്പോൾ ഭയങ്കര കമ്പനി കേട്ടോ. കുറേ നാൾ കൂടി കൊച്ചിനെ കണ്ടുകൊണ്ട് പപ്പയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇനിമോളെ കൊണ്ടുവരാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോകാൻ ഇറങ്ങിയപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇനി എന്നാ കാണുന്ന ജോസൂട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നേരെ അമ്മച്ചീരെ എടുത്തോട്ടാണ് കേട്ടോ പോയത്. അമ്മച്ചി ഇപ്പം പപ്പയുടെ അനിയൻ്റെ വീട്ടിലാണ്. അമ്മച്ചി വീണിട്ട് വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പം പപ്പ വീണതോടുകൂടി ഞങ്ങളെല്ലാവരും ഓരോ ഭാഗത്തോടെയായി. പപ്പ അവിടെ, ചാച്ചി അവിടെ, അമ്മച്ചി ഇവിടെ, ഞങ്ങളിവിടെ, അങ്ങനെ ആയിപ്പോയി. സാരമില്ല, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒരു ദിവസം എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നേരെ പോയത് 4th ഡേയിൽ അപ്പച്ചിനെയും അമ്മേനെയും കാണാനാണ്. ഇത് മമ്മിയുടെ ചാച്ചനും അമ്മയും കേട്ടോ. അമ്മച്ചി ഞാൻ ചെന്ന പാടെ എൻ്റെ തലമുടിയെ തൊട്ടിട്ട് തലമുടിയൊക്കെ അപ്പടിയും പോയല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിപ്പോൾ പണ്ടത്തെ ആ ഒരു സമയം ഓർക്കുന്നത് കേട്ടോ. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുമ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ഞങ്ങൾ ഓടും കേട്ടോ. അന്ന് ഈ വീടല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഓടുമായിരുന്നു, കൊച്ചുമക്കളെല്ലാവരും കൂടെ കേട്ടോ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ കൂടും. അപ്പച്ചി ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ തലമുടിയൊക്കെ പിന്നിയൊക്കെ ഇട്ട് തരും കേട്ടോ. അതൊക്കെ എനിക്ക് ഓർമ്മയിലോട്ട് വന്നു കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു അമ്മച്ചിക്ക്. ഇത് 7up കേട്ടോ. ഞാൻ അമ്മച്ചിക്ക് ഇച്ചിരി കുടിക്കാൻ കൊടുത്തു. ആദ്യം ഓർത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. നാരങ്ങ വെള്ളമാണോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അപ്പച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. മമ്മി ഞങ്ങളുടെ കൂടെ പോരുന്നതിൻ്റെ വിഷമം കേട്ടോ. ഇനി എന്നാ കാണാൻ പറ്റുന്നതെന്നൊക്കെയുള്ള, ഇനി എന്നെ കാണാൻ എന്നാടി പറ്റുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് എത്രമാസം മമ്മീനെ അവിടെ നിർത്തുമെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു അപ്പച്ചി വേഗം വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചിയുടെ അമ്മയുടെ അടുത്തുനിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് എൻ്റെ അങ്കിളിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അങ്കിളിനെ ഇങ്ങനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ മരണം അത് നമുക്കറിയില്ലല്ലോ എന്നാ അത് സംഭവിക്കുക എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്കിൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ടില്ല. എന്തായാലും അങ്കിള് ഈശോയുടെ അടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുവാണ്. പിന്നെ അങ്കിളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. നെല്ലിക്കുട്ടി ടൗണിൽ അങ്കിൾ കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മമ്മിയുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ആദ്യം അവിടെ കയറി 2 മുട്ടായിയൊക്കെ അങ്കിൾ തന്ന്. അങ്കിളിനെ കണ്ടിട്ടേ നമ്മൾ കുഞ്ഞി അങ്കിളിൻ്റെ വീട്ടിലോട്ടായാലും അപ്പച്ചിനെ അമ്മേനെയൊക്കെ കാണാനായാലും പോകാറുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഞാനിങ്ങനെ ആ ടൗണിൽ കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഓർത്തു കേട്ടോ. പിന്നെ ഞാനും മമ്മിയും അവിടെ നിന്ന് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇനിമോളുടെ അംഗൻവാടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് അവിടെ സഹായിക്കുന്ന ചേച്ചിയാണ്.
ടീച്ചറിൻ്റെ മുഖം ശരിക്കും തിരിയുന്നില്ല. ഞാൻ ടീച്ചറിൻ്റെ ഫോട്ടോ ഇത് വെക്കാം കേട്ടോ. ഇത് ഞാൻ പഠിച്ച അംഗൻവാടി ഇത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചറല്ല കേട്ടോ ഇത്. ആ ടീച്ചർ റിട്ടയർഡായി. ഇതാണ് ഇനിമോളെ പഠിപ്പിക്കുന്ന ടീച്ചർ. ടീച്ചർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. പിള്ളേരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പാട്ടൊക്കെ പാടാൻ നല്ല മിടുക്കിയാണ് കേട്ടോ. ഇനിമോളെ ഉറക്കുന്നതൊക്കെ പാട്ട് പാടിയാണ്. ഇനൂട്ടി പോകണ്ടെന്ന് ടീച്ചർ ഒരുപാട് പറഞ്ഞ് ഇനിമോളെല്ലാം എന്നെ കാണിച്ചു തരുക കേട്ടോ. ഇനിമോക്കും ഇവിടെ വന്നിട്ട് അംഗൻവാടിയിലെ കാര്യങ്ങളാണ് മിസ് ചെയ്യുന്നത്. കൂട്ടുകാരൊക്കെ പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാതിരുന്നത്. ഇതെൻ്റെ കുഞ്ഞി അങ്കിളാണ് കേട്ടോ, മമ്മിയുടെ ഇളയ ആങ്ങള. എല്ലാവരും ഞാൻ പോയി കണ്ടു. എന്നെ കാണാൻ വന്ന ഇവരൊക്കെ കേട്ടോ. ഇത് വാവച്ചി കേട്ടോ. വാവച്ചി പപ്പായുടെ പെങ്ങളുടെ മോൻ്റെ മോളാട്ടോ. ഇതാണ് എൻ്റെ വലിയ അങ്കിള്. വലിയ അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഉണ്ടക്കണ്ണം മുഴിപ്പിച്ച് എൻ്റെ അടുത്തോട്ട് വരുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. പിന്നെ ഞാൻ കൊച്ചങ്കിളിൻ്റെ പുറകെ നേരെ പോയത് എന്തിനാണെന്നറിയോ, അങ്കിളിനോട് പറയുമായിരുന്നു ഹെൽത്തിയൊക്കെ ആയിട്ടിരിക്കണം, അപ്പച്ചനെ അമ്മേനെ ഇടയ്ക്ക് പോയി നോക്കണം. കാരണം മമ്മി പോകുന്നതിൻ്റെ ഭയങ്കര വിഷമം കേട്ടോ. മമ്മി പോരുന്നതെന്ന് തന്നെ നല്ല പനിയൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഞാൻ അങ്കിളിനോട്. പിന്നെ പിള്ളേരോട് യാത്ര പറയാൻ വേണ്ടി തിരിച്ചിറങ്ങി പോവുക കേട്ടോ. ഇത് ലവ്ലി ആൻറ്റി മൂത്ത അങ്കിളിൻ്റെ ഭാര്യയാണ്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് പിള്ളേരുമായിട്ട് നല്ല കമ്പനി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ടേ അവർക്ക് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. പിന്നെ മറ്റേതാരാന്ന് ഞാൻ പറഞ്ഞല്ലോ, വാവച്ചി. ഇവർ വല്ലാച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇവൾ കുറേ നാൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കാൻ പോയപ്പോഴാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ പിള്ളേർ അവളുണ്ടെങ്കിൽ അവളുടെ പുറകെ തന്നെ ഉണ്ടാവും കേട്ടോ. വാവച്ചിയും കുറേ കരഞ്ഞ് ഇവർ പോരാൻ നേരത്ത്. പിന്നെ ഫ്ലൈറ്റ് യാത്രയുടെ വീഡിയോ എടുത്തേക്കുന്നത് പപ്പയാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടത്. പപ്പയ്ക്ക് ഭയങ്കര വിഷമം, പിള്ളേരെ ആദ്യമായിട്ട് മാറി നിൽക്കുമല്ലേ, ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനിമോൾ നന്നായിട്ട് ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്നതൊക്കെ ആസ്വദിച്ചു. ഇനിമോൾ സൗദിക്കൊന്ന് പോയത്, പക്ഷെ അത് ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ. ജോസൂട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആയിരുന്നു. പുള്ളിക്കാരന് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഓക്കെ ആയി. കയറിയപ്പം നുന്നും ജോസും കൂടെ മമ്മിയുടെ മടിയിലിരിക്കാൻ ഒരു വലിയ അടിയും കഴിഞ്ഞിട്ട് ആ അടിയിലെ കരച്ചിൽ നുന്നു അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഷാർജ എത്താറായപ്പോഴോട്ടോ നുന്നു ഏറ്റത്. ജോസൂട്ടന് മിനുവാണെങ്കിൽ ഫ്ലൈറ്റിൽ കിടന്ന് തിമിർത്തു എന്ന് വേണേൽ പറയാം. അത്രമാത്രം എൻജോയ് ചെയ്തു. പിന്നെ ഇനിമോക്ക് ലാൻഡിങ്ങിൻ്റെ ടൈമിൽ ചെവി വേദന വന്നിട്ട് കുറേ കരഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചില പിള്ളേർക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചെവി വേദന വരുമല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ച അത്ര അലമ്പായില്ല. നന്നായിട്ട് തന്നെ ഇവിടെ എത്തി. ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ വൈകിയാണ് വരുന്നത്. എനിക്കിങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുക്കാൻ സമയമില്ല സത്യത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ